ഇതാണ് മീന്, പിടയ്ക്കുന്ന മീന്. അപ്പൊ നിങ്ങൾ കാണുന്ന ഇതിന്റെ സ്റ്റെബിലൈസേഷൻ ടെസ്റ്റ് ആണ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാർ ഉറങ്ങിയിട്ട് ഒരു വൈഡ് കൂടാതെ സാധാ ഉള്ള ഒരു മോഡാണ്, അതായത് ഞാരോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡ്, അതായത് ടോട്ടലി 4 മോഡുണ്ട് ഇതിപ്പോൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള ഓൾ ന്യൂ GoPro Hero 9 ആണ്. യെസ് ഗൈസ്, നമ്മുടെ പുതിയ ക്യാമറ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ എൻ്റെ വീഡിയോ ടെസ്റ്റും ഫോട്ടോയും പിന്നെ സ്റ്റെബിലൈസേഷൻ എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇനി നമ്മൾ GoPro Hero 9 അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങോട്ട് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ Hero 8 to 7 ഒക്കെ ചില്ലും കൂട്ടിലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി ബോക്സാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ നേരം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ GoPro Hero 9. അപ്പോൾ അതിന് തന്നെ ക്യാമറയാണ്, പിന്നെ ബാറ്ററി. ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാമറയും ബാറ്ററി എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഞാനിപ്പോൾ ക്യാമറയും ബാറ്ററി എടുത്തു. ഇനി ഇതിലേക്ക് ഇത് ഇടണം. അതിൻ്റെ മുന്നേ ഇവിടെ ഒരു കവറിങ് ഉണ്ട്, ഇതെടുക്കണം. അപ്പോൾ ജസ്റ്റ് കവറിങ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro Hero 9 ബ്ലാക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ SD കാർഡ് ഇടാം, പിന്നെ ബാറ്ററി. അപ്പോൾ നമ്മൾ ബാറ്ററി എടുത്തിട്ടുണ്ട്. ശേഷം ബാറ്ററി ഇങ്ങനെ ഇടുന്നു, അടയ്ക്കുന്നു. അപ്പോൾ ഓക്കെ. പിന്നെ നമ്മളിത് ഓണാക്കാൻ വേണം. അപ്പം ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തെടുക്കുക. സൈഡിൽ പവർ ബട്ടൺ ഉണ്ട്. യെസ്, Hero 9 ബ്ലാക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro Hero 9 ബ്ലാക്ക്. കണ്ടില്ലേ, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ജസ്റ്റ് ക്യാമറ മാത്രം അൺബോക്സ് ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും അതുപോലെ വീഡിയോ ടെസ്റ്റും ഫോട്ടോ ടെസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിഷയമാണ് GoPro Hero 9 എടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു വൈഡ് മോഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സ്റ്റെബിലൈസേഷനൊക്കെ അടിപൊളിയാണ്, ഷെയ്ക്കൊന്നും വരണില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ബോക്സിൽ ബാക്കി കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ GoPro Hero 9 ഭയങ്കരമായിട്ട് വലിയൊരു ഫീച്ചറിന് എടുത്തു പറയേണ്ട കാര്യം, ഇതിനകത്ത് ലെൻസ് റിമൂവ് ചെയ്യുക, അതേപോലെ ഫ്രണ്ടിൽ സ്ക്രീൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാം നമ്മൾ എടുക്കുന്ന കാര്യങ്ങളും ലൈറ്റിങ്ങൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ. ഇതിനകത്ത് നല്ല അടിപൊളി കളറിങ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലേസും കൂടെ നിങ്ങൾക്ക് കാട്ടിത്തരാം. കണ്ടില്ലേ, ഇത് വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അടിപൊളിയാണ്. ഇങ്ങോട്ടാണ് ലൈറ്റ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മൾ വന്ന കാറ് അവിടെ ഉണ്ട്. അപ്പോൾ GoProയിൽ നമുക്ക് 4 രീതിയിൽ വീഡിയോ എടുക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാരോ ഉണ്ട്, അതിന് ശേഷം ലീനിയർ ഉണ്ട്, പിന്നെ തൊട്ട് മേലത്തെ വൈഡ്, പിന്നെ സൂപ്പർ വ്യൂ. അപ്പോൾ സൂപ്പർ വ്യൂവിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും. അതായത് നമുക്ക് ഒരു കാറിൻ്റെ പകുതി ആയാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് GoProൻ്റെ സാധാ മോഡ്, അതായത് ഒരു വൈഡ് കൂടാതെ സാധാ ഉള്ള ഒരു മോഡാണ്, അതായത് ഞാരോ. പിന്നെ നമുക്കിതിൻ്റെ തൊട്ട് മേലത്തെ മോഡ് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡ്, അതായത് ടോട്ടലി 4 മോഡുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ മോഡാണ്. അപ്പോൾ രണ്ടാമത്തെ മോഡ് ഈ കൈ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തതല്ല, നേരത്തെ ഇതും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇനി 2 മോഡുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മോഡ്, അതായത് വൈഡ് വന്നിരിക്കുന്നത്. അപ്പോൾ വൈഡ് മോഡിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ കാണുമ്പോൾ സ്ക്രീനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. ഇനി ഒരു വൈഡ് കൂടി ഉണ്ട്, അതിട്ട് കഴിഞ്ഞാൽ പക്ക ആയിരിക്കും, അതായത് സൂപ്പർ വ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ വ്യൂ, അതായത് സൂപ്പർ വ്യൂ. ലാസ്റ്റത്തെ വൈഡാണ് GoProയിലെ 4ാമത്തെ വൈഡ്, ഏറ്റവും മേലത്തെ. അപ്പോൾ നമ്മൾ ക്യാമറ അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളാണ് ഈ പെട്ടിയിലുള്ളത്. അപ്പോൾ ഈ പെട്ടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ലൈറ്റ് അവിടെ നിന്ന് വരണം. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് അൺബോക്സ് ചെയ്യാം, പുല്ല് വെച്ചിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എല്ലാം വൺ ഹാൻഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരം
ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ആദ്യം തന്നെ ഒരു USB ചാർജിങ് ഉണ്ട്, പിന്നെ ബാറ്ററി ഉണ്ട്. ബാറ്ററി ഇപ്പോൾ ഇതിനകത്ത് ഇട്ടല്ലോ. അപ്പോൾ ഇതാണ് USB-C ടൈപ്പാണ്. ഇതിൽ ഗോപ്രോയിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഹെൽമെറ്റ് മൗണ്ട് ചെയ്യുന്നൊരു അഡാപ്റ്റർ പോലെയാണ്. ഇതാണ് നമ്മൾ 3mm സ്റ്റിക്കർ, അതായത് ഹെൽമെറ്റ് ഒട്ടിച്ചിട്ട് നമ്മളിത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്നതാണ് ജസ്റ്റ് നമ്മൾ സ്ക്രൂ ചെയ്യില്ലേ, അതായത് ഗോപ്രോയിൻ്റെ എല്ലാ ആക്ഷൻ ക്യാമറയിലും ഉള്ളൊരു സംഭവമാണ്. പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് യൂസർ മാനുവലാണ്. അപ്പോൾ ഇതിനകത്ത് ഗോപ്രോയിൻ്റെ യൂസർ മാനുവൽ, അതായത് എങ്ങനെയാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നതെന്നും, പിന്നെ ഇവിടെ ഗോപ്രോയിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. പിന്നെ ഇത് യൂസർ മാനുവൽ, അതായത് എങ്ങനെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്ന, പിന്നെ ഗോപ്രോയിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബോക്സിൽ കണ്ടുണ്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബോക്സും കാര്യങ്ങളും കാണിക്കാത്ത, കുറച്ച് കാര്യങ്ങളുള്ളൂ. ക്യാമറയിൽ മുടിഞ്ഞ സെറ്റപ്പാണ്, അതായത് ഒരു രക്ഷയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയും ഫീച്ചേഴ്സ് ക്യാമറയിലുണ്ട്. അതായത് വോയിസ് കമാൻഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് വർത്താനം പറഞ്ഞ് ഗോപ്രോ ഓഫ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗോപ്രോ സ്റ്റാർട്ട് റെക്കോർഡിങ്. കണ്ടില്ലേ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കണ്ടില്ലോ, ഇവിടെ റെക്കോർഡാവുന്നുണ്ട്. അങ്ങനെ കുറേ കമാൻഡ്സ് ഉണ്ട്, അതായത് വോയിസ് കമാൻഡ് കുറേ എണ്ണം ഉണ്ട്. ഇനി നമുക്കിത് സ്റ്റോപ്പ് ആക്കണമെങ്കിൽ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ കാണാം ഗോപ്രോ സ്റ്റോപ്പ് റെക്കോർഡിങ്. കണ്ടോ, ജസ്റ്റ് ഒരു PP സൗണ്ട് ഉണ്ട്. കണ്ടോ, വീഡിയോ റെക്കോർഡായി. അപ്പോൾ ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. വണ്ടി എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, റെഡി. അപ്പോൾ ഇനി നിങ്ങൾ കാണുന്ന ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ടെസ്റ്റ് ഓണല്ലേ. അപ്പോൾ നിങ്ങൾ കാണുന്ന ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ടെസ്റ്റാണ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാർ ഉറങ്ങിയിട്ട്. ഗൈസ്, ഫുള്ള് കുലുക്കിയാലും കുലുങ്ങൂല. എറിഞ്ഞോ? ഇതാണ് മീന്, പിടയ്ക്കുന്ന മീന്. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ വെള്ളമില്ലേ, അത് ഇപ്പോൾ ഇരുട്ടായി, 6 മണി എത്രയായി. ഇതാണ് ഗൈസ്. അപ്പോൾ ഇത് കബനി റിവറാട്ടോ. അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കാൻ. ഇവിടെ കുറേ പേര് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇത് കാട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളിനി ഇപ്പോൾ ഇവിടുന്ന് പോവാണ്. അടിപൊളി സ്ഥലമാട്ടോ, കണ്ടിച്ചേരാം. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ അവിടെ കളിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വൈഡായും കൊണ്ട് ദൂരെയായിരിക്കും അവർ കാണുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയും കഴിഞ്ഞു. ഇതാ ക്യാമറയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. പിന്നെ നേരെ പോവാണ്. അവിടെ കാറും കിടക്കുന്നുണ്ട് കാണാം. പിന്നെയുള്ള ഓപ്ഷനാണ്, അതായത് സൈഡിലൊരു ബട്ടൺ ഉണ്ട്, മോഡാണ്. ഇത് ഞെക്കി കഴിഞ്ഞാൽ പവർ ഓൺ ആവും, അതുപോലെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ നമുക്ക് മോഡ് മാറ്റാം. ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുമ്പം ടൈം ലാപ്സ്, പിന്നെ വീഡിയോ, ഫോട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിൽ തന്നെ 4K സ്ലോ മോഷൻ വീഡിയോ എടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, 4K സ്ലോ മോഷൻ. പിന്നെ ഇപ്പോഴത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഡ് രീതിയിൽ എടുക്കുന്നതാണ്. പിന്നെ ഇവിടെ സ്റ്റെബിലൈസേഷനാണ്, അതായത് ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്നത്തെയൊക്കെ ഇതിലും കുറവായിരുന്നു. അപ്പോൾ ഇതിൽ ഗിംബലൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്കിവിടെ 180 മാറ്റിയിട്ട് 4K മാറ്റി 5K വീഡിയോ ആക്കാം. നമ്മളിപ്പോൾ 4K എടുത്തു, അതിനുശേഷം ബാക്ക് അടിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് കാട്ടിയ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഇതിനും കൂടുതൽ സാമ്പിൾസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഓവർ ലെങ്ത് ആയി പോകും ഗൈസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതായത് സാമ്പിൾസ് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ എനിക്ക് ക്യാമറ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ, അതായത് സ്വന്തം ചേച്ചി മേടിച്ചു തന്നാണ്, ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ചേച്ചീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാമിൻ്റെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്ക്. അപ്പോൾ ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.